അള്ളാഹു നിങ്ങളുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി, നിങ്ങൾക്ക് സ്വർഗം എഗ്രിമെന്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നതിന് എന്താണ് തെളിവ്? ഖുർആനിലുണ്ട്, തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്, ഇവിടെയെല്ലാം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ ശരീരത്തെ ആഹൂതി ചെയ്യാൻ തീരുമാനിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ, കുതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ആരായിരിക്കണം? അത്തായിബൂൻ, തൗബ ചെയ്ത് കഴിഞ്ഞ് കൂട്ടുന്നവരായിരിക്കണം, പാശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കുന്നവരെ. ശ്രദ്ധിക്കുക, ഈ തൗബ ചെയ്യുന്നവർ ഈ പദങ്ങൾ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, അള്ളാഹ് ഉപയോഗിക്കുന്ന പദം സ്ഥിരത അറിയിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു അസ്തഗ്ഫിറുല്ലാഹ് ഒരു പ്രാവശ്യം മരിക്കുമ്പോൾ പാടിക്കളയാന്നല്ല മനസ്സിലാക്കേണ്ടത്. അതിന് പ്രയോജനം ഉണ്ടാവില്ല. എപ്പോഴും തെറ്റ് ചെയ്തു പോയാൽ ഹദീസിൽ കാണുന്നു 3 മണിക്കൂർ കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് അള്ളാഹു ആലം. 3 മണിക്കൂർ അങ്ങനെ പറയാൻ കാരണം അറബി ഭാഷയിൽ പറയുന്ന മണിക്കൂറാണോ ഇന്നത്തെ മണിക്കൂർ അള്ളാഹു ആലം നമ്മൾക്കറിയില്ലല്ലോ. ഏതായാലും 3 മണിക്കൂർ മലക്കളോട് കാത്തു നിൽക്കാൻ ഓർഡർ വരും, എഴുതരുത്. ചില ഹദീസുകളിൽ കൂടുതൽ പറയുന്നുണ്ട്. എന്താ അള്ളാഹിന്റെ വിശാലമായ അനുഗ്രഹം കണ്ടില്ലേ? നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ മലക്കൾക്ക് ഓർഡർ വരാണ്, എഴുതരുത്, കുറച്ച് കാത്തു നിൽക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുന്നു. തൗബ ചെയ്യട്ടെ അടിമാത്. അങ്ങനെ നാം അതിനിടക്ക് തൗബ ചെയ്താൽ എഴുതണ്ടാന്നാണ്, എഴുതരുത് എന്നാണ്. അപ്പോൾ അത്രയും നമ്മെ നന്മയിലേക്ക് കൊണ്ടുപോകണം, നമ്മെ രക്ഷിക്കണം, നമ്മെ ശിക്ഷിക്കരുത് എന്ന നിർബന്ധമാണ് അള്ളാഹുള്ളത്. നമുക്കാണെങ്കിൽ അതിൽ ചാടണം, അതിൽ ഓടണം, അതിൽ വീഴണം എന്ന നിർബന്ധവും നമുക്ക്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമുക്ക് അത്തായിബൂൻ, പാശ്ചാത്തപിക്കുന്നവരായി മാറണം, തൗബ ചെയ്യുന്നവരായി മാറണം. അൽ ആബിദൂൻ, ഇബാദത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, സ്ഥിരത എപ്പോഴും. അൽ ആബിദൂൻ അൽ ഹാമിദൂൻ, സ്തുതികീർത്തനങ്ങൾ അല്ലാഹുവിന് അർപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ. അത്തായിബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂന അസ്സായിഹൂൻ. എന്താ സാഹിഹ് എന്ന് പറഞ്ഞാൽ? സാഹിഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോമ്പ് പിടിക്കുന്നവർ, മനസ്സിലായില്ലേ? അത് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചതുപോലെ. അർറാക്കിഊൻ, റുകൂഅ് ചെയ്യുന്നവർ അഥവാ നിസ്കരിക്കുന്നവർ. അസ്സാജിദൂൻ, സുജൂദ് ചെയ്യുന്നവർ. അൽ ആമിറൂൻ, നമ്മൾ ഒഴിവാക്കിയത് ശ്രദ്ധിക്കുക. അൽ ആമിറൂന ബിൽ മഅറൂഫ്, സദുപദേശം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവർ. അത് നമ്മൾ ഒഴിവാക്കിയതല്ലേ അല്ലേ? നമുക്ക് മടിയാ. നമ്മൾ ഹോട്ടലിൽ തിന്നാണ്, 5 സ്റ്റാർ ഹോട്ടൽ, അതിൻ്റെ അകത്തുള്ളതായ മത്താമില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണ്. നിങ്ങൾ വലത് കൊണ്ട് കഴിക്കുകയാണ്, മറ്റാൾ തീറ്റ മുഴുവനും മുമ്പ് എഴുതുകൊണ്ടാണ്. പക്ഷെ മുസ്ലിമാണ് ആള്, ആചാരം കൂടിയാണ്. അപ്പോൾ എങ്ങനെ പറയാ? ഒരു മടി. ഈ മടി എവിടുന്ന വരുന്നത്? വേണ്ടതുപോലെ ഫോഴ്സ് ഇല്ല ഈമാനിന് ഫോഴ്സ് ഉണ്ടെങ്കിലോ യുക്തിയുക്തം പറയണം, എല്ലാവരും കേൾപ്പിച്ച് പറയണമെന്നില്ല. അയാളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞോളി, അയാൾ ശ്രദ്ധിക്കുന്ന മാതിരി പറഞ്ഞോളി. എന്നിട്ട് പതുക്കെ തട്ടിയിട്ട് നിങ്ങൾ വലത് കൊണ്ട്, മദീനത്താണെങ്കിൽ കേട്ടാ, ഇവിടെ മദീനത്തും കാണലാണ്. ഇപ്പോൾ ഹോട്ടലൊക്കെ കയറിയ കൈ കൊണ്ട് തീറ്റ മുഴുവൻ ഇടത് കൈ കൊണ്ടാണ്. റസൂലുള്ളാഹി ഇടത് കൈ കൊണ്ട് തിന്നുന്ന ഒരു കപട വിശ്വാസിയാണെന്നാണ് തോന്നുന്നത്. കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലത് കൈ കൊണ്ട് തിന്ന് സുഹൃത്തേ എന്ന് പറഞ്ഞു. എനിക്ക് സാധിക്കൂല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി മറുപടി പറഞ്ഞു, സാധിക്കാതിരിക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞിടം മുതൽ മൂപ്പരുടെ കൈ പൊങ്ങിയിട്ടില്ല എന്നാണ്. റസൂലുള്ളാഹി സാധിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിടം മുതൽ മൂപ്പരുടെ കൈ പിന്നെ പൊങ്ങിയിട്ടില്ല എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഉദാഹരണം പറയാണ് ഞാൻ. അതുപോലെ അൽ ആമിറൂന ബിൽ മഅറൂഫി, നന്മ ഉപദേശിക്കുന്നവര്, വന്നാഹൂന അനിൽ മുൻകരി, തിന്മ വിരോധിക്കുന്നവര്. ഈ നിങ്ങൾ കേട്ടതായ ഈ 9 നിബന്ധനകൾ അനുസരിച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹ് നമ്മളോട് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗലോകത്തിലേക്ക് നമുക്ക് പറന്നു ചെല്ലാം. അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. ولست أرى السعادة جمع مال ولكن التقي هو السعيد فتقوى الله خير الزاد ذخرا وعند الله للأتقى مزيد ولست أرى السعادة جمع مال. ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ കാശ് ഒരുമിച്ച് കൂട്ടുക, കോടോളം ഒരുമിച്ച് കൂട്ടുക, പണക്കാരനാവുക, ഇതാണ് യഥാർത്ഥത്തിൽ വിജയമെന്ന് എനിക്ക് വിശ്വാസമില്ല. വലസ്തു അറ സഅദത, നമ്മുടെ നേതാക്കൾ പാടുകയാണ്, നിങ്ങൾ കേൾക്കുക തഖ്വ പദ്യത്തിലൂടെ. വലസ്തു അറ സഅദത ജംഅ മാലിൻ വലാകിന്ന തഖിയ ഹുവ സഈദു. സമ്പത്ത് ഒരുമിച്ച് കൂട്ടലല്ല, മറിച്ച് യഥാർത്ഥത്തിൽ വിജയം എന്തിലൂടെയാണ്? തഖ്വയിലൂടെ മാത്രമാണ്. അള്ളാഹനെ എത്ര കണ്ട് നീ വിജയിച്ചു, അത്ര കണ്ട് നിനക്ക് പറക്കും പോലെ തോന്നും. നീ എവിടെയോ ഇപ്പോൾ സ്വർഗം കിട്ടിയ തിരക്കില്ല, ഇപ്പോൾ മരിച്ചാൽ തിരക്കില്ല എന്നൊക്കെ തോന്നിപ്പോകും. നിങ്ങൾ അള്ളാഹിലേക്ക് അടുക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ ഹൃദയം ക്ലിയറാണ്. തട്ടിപ്പില്ല, വെട്ടിപ്പില്ല, ആക്രമിക്കലില്ല, അനീതിയില്ല, എല്ലാവരും നല്ല രൂപത്തിൽ വീക്ഷിക്കുക. അപ്പോൾ ഏത് സമയത്തും അള്ളാഹു നല്ല ചിന്തകൾ ഇട്ട് തരും, നല്ല ചെയ്യാൻ തൗഫീഖ് നൽകും. അള്ളാഹു ആയിരത്തിൽ നമ്മെ പെടുത്തട്ടെ.